ധനുഷ് ധാമിൽ നിന്ന് അല്പമാത്രം അകലെയാണ് നാഗത്താല എന്നറിയപ്പെടുന്ന നാഗതടാകം. ഈ നാഗതടാകത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഇവിടെ പരശുരാമനും ശ്രീരാമനും പരസ്പരം കണ്ടത് ഇവിടെ വെച്ചാണ് എന്നുള്ളതാണ്. രാമായണ സംബന്ധിയായ ഐതിഹ്യവുമായി നോക്കുകയാണെങ്കിൽ പരശുരാമനും ശ്രീരാമനും ഇവിടെ വെച്ച് പരസ്പരം കണ്ടുവെന്നും പരശുരാമൻ തൻ്റെ വില്ല് ശ്രീരാമന് നൽകിയത് ഇവിടെ വെച്ചാണ് എന്നുള്ളതുമാണ് ഐതിഹ്യം പ്രധാനമായിട്ടുള്ളത്. ഇവിടെ നമുക്ക് പക്ഷെ കാണാനാകുന്നത് നാഗത്താൽ ചുറ്റി നിൽക്കുന്ന ശിവലിംഗമാണ്. പരശുരാമൻ്റെയും ശ്രീരാമൻ്റെയും ഗുരുവായിരുന്നു മഹാദേവൻ. ആ മഹാദേവന്റെ സാന്നിധ്യത്തെ ഇവിടെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിൽ ഓരോരുത്തരിലും മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ആ മരതക ശിവലിംഗമുണ്ട്. അതിനെ ചുറ്റി നിൽക്കുന്ന നാഗശക്തിയുണ്ട്, ഉണരുന്ന കുണ്ടലിനി. അത് ഉറങ്ങിക്കിടക്കുന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ നാഗം ആ ശിവലിംഗത്തെ ചുറ്റി ധ്യാന രൂപത്തിലായിരിക്കും. എന്നാൽ ഉണർന്നിരിക്കുമ്പോഴാണ് നമ്മളിൽ ആ കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്നത്. അപ്പോൾ പരശുരാമനും ശ്രീരാമനും തങ്ങളുടെ ഗുരുവിനെ ഉപാസിച്ചുകൊണ്ട് ആ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയ പ്രദേശം കൂടിയായിരിക്കണം നാഗത്താൽ എന്ന ഈ നാഗതടാകം. ജനക്പൂരിലെ മറ്റൊരു കാഴ്ചയാണ് സീതാരാമ വിവാഹ മണ്ഡപം. സീതാരാമ വിവാഹ മണ്ഡപം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു വലിയ മണ്ഡപവും, അതായത് നമ്മളുടെ ഇന്നത്തെ ഒരു അറിവിനനുസരിച്ച് വലിയൊരു ഗംഭീരമായ മണ്ഡപമൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ നമ്മൾ എത്തുമ്പോൾ കാണുന്നത് മണിമണ്ഡപം എന്നൊരു സാധാരണമായി ഉയർത്തിത്തട്ടിയ ഒരു മൺതിട്ടയും അതിന് നടുവിൽ ഒരു കാലത്ത് എന്തോ ഒരു ഹോമം നടന്നിരിക്കാം എന്നതിൻ്റെ സൂചനയുമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ അന്വേഷിക്കുമ്പോൾ അറിയാനായത്, ത്രേതായുഗത്തിൽ രാമന്റെയും സീതയുടെയും വിവാഹത്തിലെ അസാധ്യേര എന്നറിയപ്പെടുന്ന ചടങ്ങ്, അതായത് മാങ് ഭർണ എന്ന് പറയുന്ന രാമൻ സീതയുടെ നെറുകയിൽ സിന്ദൂരം അണിയിച്ചു കൊടുത്തത് ഇവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഐതിഹ്യം. അതുമാത്രമല്ല അഗ്നിക്ക് ചുറ്റുമായ ഇരുവരും വലം വെച്ചതും ഇവിടെ വെച്ചിട്ടാണ് എന്നത് ഐതിഹ്യമാണ്. ആ ഒരു കാലത്ത് ത്രേതായുഗത്തിൽ ഇവിടുത്തെ ആ അഗ്നി തെളിഞ്ഞു കത്തിയിരുന്നു അത്രേ. പിന്നീട് അത് കഴിഞ്ഞപ്പോൾ ആ തെളിഞ്ഞു നിന്നിരുന്ന ആ അഗ്നിജ്വാലകൾ പതിയെ പതിയെ കെട്ടു തുടങ്ങി. ദ്വാപരയുഗമായപ്പോഴേക്കും മങ്ങിത്തുടങ്ങി. കലിയുഗമായപ്പോൾ പൂർണ്ണമായും കെട്ടുപോയി എന്നാണ്. ഇനി വീണ്ടും ത്രേതായുഗം ആവർത്തിക്കപ്പെടുമ്പോൾ ആ അഗ്നിജ്വാലകൾ വീണ്ടും തെളിഞ്ഞു വരുമെന്നും ഒക്കെയുള്ള ഐതിഹ്യങ്ങളാണ് ഇവിടെയുള്ളത്. ഏതായാലും മണിമണ്ഡപം എന്നറിയപ്പെടുന്ന വിവാഹ മണ്ഡപത്തിന്റെ കാഴ്ചകൾ ജനക്പുരിയുടെ കാഴ്ചകളുടെ ഒരു ഭാഗം തന്നെയാണ്. Moksha, Journey to the Self.